നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ തഴഞ്ഞ വിഷ്ണു ഒരു തറപ്പെണ്ണിന്റെ ഭർത്താവായി നടക്കുന്നത് എനിക്ക് കാണണം. എങ്കിലേ അവന് മനസ്സിലാവും ഈ സുസ്മിതയുടെ വില. ഓ, ഇത്രയും തറവേല കാണിക്കുന്ന നിന്നെക്കാൾ തറ വേറെ ആരും ഇല്ലടി പെണ്ണെ. എന്താ ഒരു ആലോചന? അതെ, വിഷ്ണു കുഞ്ഞിന്റെ മധുശ്രീയുടെയും കല്യാണം ഏത് വഴിക്ക് നടത്താമെന്നൊന്ന് ആലോചിച്ചതാ. അപ്പോ ഈ കല്യാണം നടന്നു എന്ന് തന്നെ ഞാൻ ഉറപ്പിക്കാം മാഡം, വാക്ക്. ഇനി കഥ മാറാൻ പോവുക ശാലിനി. കാത്തിരുന്ന് കണ്ടോ എന്താ സംഭവിക്കാൻ പോന്നേന്ന്. ലൈറ്റ്? എന്റെ ലൈറ്റർ ഒന്നും ഇല്ല മാഡം. അതെന്താണോ തന്റെ കയ്യിൽ ലൈറ്റർ ഒന്നും ഇല്ലാത്തത്? താനിപ്പോ ഞാൻ കാറിലിരുന്നപ്പോ എന്തോ ചൊറിയുന്ന വർത്താനം പറഞ്ഞല്ലോ എന്നോട്. അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനാ ഞാൻ ഇറങ്ങി വന്നത്. ഞാനൊന്നും പറഞ്ഞില്ല മാഡം. ദേ, അത്യാവശ്യം തൊലിവെളുപ്പും മിനുമിനുപ്പും ഉള്ള കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളാരെ കാണുമ്പോ ഇയാളുടെ നാവ് ചൊറിഞ്ഞ് വരുന്നുണ്ടെങ്കിലേ അത് ഇങ്ങോട്ട് വേണ്ട. ഇത് പെണ്ണ് വേറെയാ. സോറെ, നല്ല ഫിറ്റ് ആള്. അടുത്ത് നിൽക്കുമ്പോ തന്നെ കള്ളു മാറുന്നു. പാടൻ മീ? ഒന്നുമില്ല മാഡം, മാഡത്തിനോട് പൊയ്ക്കോളാനാ പറഞ്ഞു. അതെങ്ങനാ ശരിയാവുന്നത്? എന്നെ പറ്റി ഇവൾ എന്താ പറഞ്ഞത്? കള്ളു കുടിച്ചിട്ടുണ്ടെന്നോ? കള്ളല്ലടി ഞാൻ കുടിച്ചത്. നല്ല ഒന്നാം തരം ഫോറിൻ ലിക്കറാ. 3000 രൂപ സർക്കാരിന്റെ ടാക്സും കൊടുത്ത് നല്ല അന്തസ്സായിട്ട് വിൽക്കുന്ന ലിക്കർ. നീയോ നിന്റെ അച്ഛനോ പോലും കേട്ടിട്ട് പോലും ഇല്ലാത്ത അസല് തറവാടി. മാഡം, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യൂടോ? മൂക്കി കയറ്റി വലിച്ചു കളയുമോ? മാഡം, ഇപ്പൊ പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യൂടോ? കള്ളു കുടിച്ചെന്നും പെണ്ണ് പിടിച്ചെന്നും പറഞ്ഞ് തന്നെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സാധാ ജനത്തിന് മേലെ കുതിര കയറാൻ വേണ്ടി മാത്രം ഉള്ളതല്ല ഈ നാട്. എന്നെ പോലുള്ള മോഡേൺ യൂത്തിന് രാവും പകലും വിഹരിക്കാൻ കൂടി ഉള്ളതാ. ഞങ്ങൾ ആടും പാടും വേണമെങ്കിൽ കുടിക്കും. ഇയാളുടെ കോപ്പിലെ സദാചാരത്തിന് നിരക്കാത്ത പലതും ചെയ്യും. താനൊക്കെ എന്ത് ചെയ്യൂടോ? എല്ലാം കഴിഞ്ഞ് രാജപാതയിലൂടെ ഇങ്ങനെ വരുമ്പോ വെറുതെ കയറി വഴി മുടക്കരുത്. ജീവന് കൊതിയുണ്ടെങ്കിൽ സല്യൂട്ട് അടിച്ച് മാറി നിന്നോണം. അല്ലെങ്കിൽ പട്ടി വണ്ടി കയറി ചാവുന്നത് പോലെ ആരെങ്കിലും റോഡിൽ കിടന്നെന്ന് വരും. ഒരുത്തന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരില്ല ഞാൻ. പറഞ്ഞു കൊടുത്തേക്കണം പറ്റവർക്കൊക്കെ. കേട്ടോ? ഇയാടെ നാക്ക് മാത്രമല്ല കയ്യും ചൊറിയുന്നുണ്ടല്ലേ? എന്നാലേ അതോടിച്ച് മടക്കി അങ്ങെടുത്ത് വെച്ചാ മതി. നാളെ പീഡന കേസിൽ അകത്ത് കിടക്കണം എനിക്ക്. യൂണിഫോമും മാനവും ഒക്കെ നഷ്ടപ്പെട്ട് പുഴു വരിച്ച് നരകിക്കണോന്ന്. പെണ്ണാരാണെന്ന് അറിയണ്ടേ തനിക്ക്? ഈ ഞാൻ തന്നെയാണോ? ശത്രുവിനെ തോപ്പിക്കാൻ വേണ്ടി ഏത് കളിയും കളിക്കാൻ മടിയില്ലാത്ത മധുശ്രീ. തയ്യാറാണെങ്കിൽ വാടോ, നമുക്കൊന്ന് നോക്കാം. കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, വിട്ട് പിടിച്ചേക്ക്. അല്ലെങ്കിൽ മാനം കെട്ട് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇനിയും ഇതുപോലെ പാതിരാത്രി തെരുവില് സദാചാര പോലീസ് കളിക്ക് ഇറങ്ങുമ്പോ ഈ പേരൊന്ന് ഓർത്തു വെച്ചേക്ക്. മധുശ്രീ. പേരിലേ ഉള്ളു തേൻ, തൊട്ട തീയ.
ഓർത്ത് വെച്ചോ. മധുശ്രീ. ഇത് പിടിച്ചേ. മാഡം, ഇതുപോലൊരു കൊലച്ചതി ആ വിഷ്ണു കുഞ്ഞിനോട് ചെയ്യാൻ എന്തു ദ്രോഹം മാഡത്തോട് അവൻ ചെയ്തു? ഞാനിതിന് കൂട്ടു നിൽക്കില്ല. എത്രയോ നല്ല നല്ല ആലോചനകളാണെന്നറിയാമോ സത്യാമ്മ ഒഴിവാക്കിയത്. അവസാനം ഇതുപോലൊരു മരങ്കേറി പെണ്ണിനെ വിഷ്ണുവിനെ ആലോചിച്ചെന്ന് പറഞ്ഞാ എന്റെ തല വെട്ടും അവര്. ഒരു ചുക്കും ചെയ്യില്ല. ഇനി അഥവാ അറിഞ്ഞ മധുശ്രീയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞാ മതി. പ്രശ്നവും തീർന്നു. അത്രേ ഉള്ളു കാര്യം. കല്യാണം നടന്നു കഴിഞ്ഞാ അവരെന്ത് ചെയ്യാനാ? തൊണ്ടയിൽ പുഴുത്തത് ഇറക്കിയ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞ് അവരങ്ങ് സഹിക്കും. അത്ര തന്നെ. മാഡം, അത് ഞാൻ ഇത്രയും വലിയൊരു അതിക്രമത്തിന് കൂട്ടു നിൽക്കണോ? ഇത് ന്യായമായ ചോദ്യം. കാത്തു നിന്ന് കാല് കഴിച്ച് നടുവൊടിച്ച് നടത്തുന്ന 10 കല്യാണങ്ങൾക്കും കൂടി എത്ര രൂപ കിട്ടും? വിലപേശലൊന്നുമില്ല. അതിന്റെ ഇരട്ടി തന്റെ അക്കൗണ്ടിൽ ഇട്ട് തരും. എന്താ, തനിക്കെത്രയും പണം കിട്ടിയാ കഴിക്കോ? സത്യമാണോ മാഡം? വിശ്വസിക്കാമോ? തീർച്ചയായും. ചതിയിൽ വഞ്ചന കലർത്തില്ല സുസ്മിത. വിഷ്ണുവും മധുശ്രീയുമായിട്ടുള്ള കല്യാണം നടന്ന പിറ്റേന്ന് തന്റെ അക്കൗണ്ടിൽ ക്യാഷ് വരും. അത് പറ്റില്ല. കെട്ട് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് പണം കിട്ടിയിരിക്കണം. അങ്ങനെ വരട്ടെ, ട്രാക്കിലോട്ട് വരട്ടെ. ഇപ്പോഴാ ചേട്ടൻ ഓൺ ഫയർ ആയത്. അത്താഴ പട്ടിണിക്കാരനാ മാഡം. ഇത്രയും വലിയൊരു തുക വേണ്ടെന്ന് വെക്കാൻ മാത്രം വിജയകുമാർ വളർന്നില്ല. എനിക്ക് കാണണം അവന്റെ പതനം. എന്നെ തഴഞ്ഞ വിഷ്ണു ഒരു തറപ്പെണ്ണിന്റെ ഭർത്താവായി നടക്കുന്നത് എനിക്ക് കാണണം. എങ്കിലേ അവന് മനസ്സിലാവും ഈ സുസ്മിതയുടെ വില. ഓ, ഇത്രയും തറവേല കാണിക്കുന്ന നിന്നെക്കാൾ തറ വേറെ ആരും ഇല്ലടി പെണ്ണെ. എന്താ ഒരു ആലോചന? അതെ, വിഷ്ണു കുഞ്ഞിന്റെയും മധുശ്രീയുടെയും കല്യാണം ഏത് വഴിക്ക് നടത്താമെന്നൊന്ന് ആലോചിച്ചതാ. അപ്പോ ഈ കല്യാണം നടന്നു എന്ന് തന്നെ ഞാൻ ഉറപ്പിക്കാം. ഉറപ്പിക്കാം മാഡം, വാക്ക്. ഇനി കഥ മാറാൻ പോവാ ശാലിനി. കാത്തിരുന്ന് കണ്ടോ എന്താ സംഭവിക്കാൻ പോന്നേന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.